ഹലോ കൂട്ടുകാരെ, നോമ ഗെയിമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വരാനിരിക്കുന്ന BGMA 3.7 അപ്ഡേറ്റിലെ റോണ്ടോ മാപ്പിലെ ഏതാനും ചില പുതിയ ഫീച്ചേഴ്സിനെ പറ്റിയും കുറച്ച് വെപ്പൺസിനെ പറ്റിയൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിനകത്ത് മാത്രം കണ്ടുവരുന്ന വെൽഡിംഗ് ഗണ്ണ് നമുക്ക് ഇനി മുതൽ താഴെ നിന്നും കിട്ടുന്നതാണ്. നമുക്ക് വെറുതെ ടോക്കൺ കൊടുത്ത് മേടിക്കണമെന്നില്ല. റോണ്ടോ മാപ്പിൽ പലയിടത്തായിട്ട് നമുക്ക് ഈ ഒരു വെൽഡിംഗ് ഗണ്ണ് കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ റോണ്ടോ മാപ്പിന്റെ സൈസ് പോലെ തന്നെ ഒരുപാട് റീകോൾ ടവറും ഓരോരുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഡെഡായി കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല. നമുക്ക് ഒരുപാട് റീകോൾ ടവർ കിട്ടുന്നതാണ്. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നമ്മുടെ മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ വേവ് വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വേവ് വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടെ ഒരു EMP ഫോഴ്സ് ഫീൽഡാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ്. ഈ ഒരു EMP ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു തനി സോണാണ്. അതായത് ഈ കാണുന്ന ഒരു സോണിനകത്ത് നമുക്ക് തനി EMP ഫോഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് വർക്കാവുന്നിടത്ത് നമുക്ക് വണ്ടികളൊന്നും ഓട്ടിക്കാൻ പറ്റുന്നതല്ല. ഈ ഒരു സോണിനകത്ത് നമുക്ക് ഒരു വണ്ടി പോലും ഓട്ടിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് ഗണ്ണൊക്കെ ഷൂട്ട് ചെയ്യാവുന്നതാണ്. വേറെ മൂവ്മെൻ്റ് ഒന്നും കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വെഹിക്കിളിൻ്റെ ആക്സസ് കിട്ടത്തില്ല. ഒരു വണ്ടി പോലും നിങ്ങൾക്ക് ഈ ഒരു സോണിനകത്ത് ഓടിക്കാൻ പറ്റത്തില്ല. റോണ്ടോ മാപ്പിൽ റാൻഡമായിട്ട് ഇത് പല സ്ഥലങ്ങളായിട്ട് ഈ ഒരു EMP ഫോഴ്സ് വന്നേക്കാം. അതുകൊണ്ട് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് കയറുമ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നതല്ല. എല്ലാവരും ശ്രദ്ധിക്കുക. റോണ്ടോ മാപ്പിൽ തന്നെ നമ്മുടെ റാൻഡമായിട്ടുള്ള ചില ലൊക്കേഷനിൽ ഇതുപോലെ ഒരു പിക്കാക്സ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പിക്കാക്സ് കൊണ്ട് നമ്മൾ തരിശ് ഭൂമിയിൽ ഇതുപോലെ കുഴിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു പിക്കാക്സ് ഇട്ട് കുഴിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. കാരണം ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഞാനൊരു കുഴി തന്നെ ഉണ്ടാക്കിയെടുത്തെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ നിങ്ങൾ പിക്കാസ് യൂസ് ചെയ്ത് കുഴിയെടുത്തുന്നുണ്ടെങ്കിൽ ഒരു റിഡ്ജ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഓപ്പണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിഡ്ജിൽ തന്നെ കവറെടുത്ത് നിങ്ങൾക്ക് ഫൈറ്റ് എടുക്കാവുന്നതാണ്. നമുക്ക് പുതിയൊരു ഗണ്ണ് വന്നിട്ടുണ്ട്. GS9 എന്നാണ് ഗണ്ണിൻ്റെ പേര്. ഇതൊരു 9mm SMG ഗണ്ണാണ്. ഞാൻ ഈ ഗണ്ണ് കൊണ്ട് ഇപ്പോൾ ഫയർ ചെയ്യാൻ പോവാണ്. ഈ ഒരു ഗണ്ണിൻ്റെ ഫയറിംഗ് സൗണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഗണ്ണുമായിട്ട് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗണ്ണിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വന്ന പുതിയൊരു ഗണ്ണാണ് സ്റ്റൺ ഗൺ എന്ന് പറയുന്നത്. ഈ ഒരു ഗണ്ണിൻ്റെ യൂസ് എന്ന് പറയുന്നത് കുറച്ച് വിയേർഡാണ് ഗൈസ്. ഈ ഒരു ഗണ്ണുകൊണ്ട് നിങ്ങൾ എനിമിയെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു EMP ഫോഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് ആ ഒരു എനിമിയെ അൺസ്റ്റേബിൾ ആക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ആക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഗണ്ണ് വെച്ച് എനിമി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ആശാൻ ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അനങ്ങാൻ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എനിമീസിനെ ഇങ്ങനെ അടിച്ച് കൊല്ലാവുന്നതാണ്. ഈ ഒരു ഗണ്ണിൽ 3 ബുള്ളറ്റേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇത് എത്ര പേർക്ക് യൂസ് ആവുമെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ചാനലിലുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ അയച്ചു കൊടുത്ത് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നമ്മുടെ ഷോപ്പിനടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ഇവിടെ 3 ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ടോക്കൺസ് വാങ്ങാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു സപ്ലൈ ഇതുപോലെ പിക്ക് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത് നമ്മുടെ റെഗുലർ ഷോപ്പാണ്. പിന്നെ നമ്മുടെ ഷോപ്പിൽ പുതുതായിട്ട് 2 ഗൺസ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഗ്രോസയും AWM രണ്ടും 100 ടോക്കൺസ് കൊടുത്താൽ കളക്ട് ചെയ്യാവുന്നതാണ്. ഈ പവർഫുൾ ഗൺസിൽ ഇനി ആരും ഡ്രോപ്പ് തപ്പി പോകേണ്ടതില്ല. നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാം. നമ്മുടെ ഡ്രോപ്പ് ലൂട്ട് ചെയ്യാൻ നേരത്ത് എനിക്കൊരു പുതിയ ഗില്ലി സൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോണ്ടോ മാപ്പ് ഒഫീഷ്യലിന് വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റ് ഗില്ലി സൂട്ട് എന്നാണ് ഈ ഒരു ഗില്ലി സൂട്ടിൻ്റെ പേര്. ഈ പുതിയ ഗില്ലി സൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ശരീരത്ത് ഫുള്ള് പച്ചപ്പിൻ്റെ കൂടെ കുറച്ച് സാക്ര പൂവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കടന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ കാണുകയില്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഡിസൈൻ വൈസ് കൊള്ളാം, നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഗില്ലി സൂട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് റോണ്ടോ മാപ്പിൽ വന്നിട്ടുള്ള പുതിയ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ സൂൺ.